നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവ് വലിയ ഈ ധ്യാനം നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം യൂട്യൂബിൽ കൂടണേ. കാര്യം നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്താത്ത ദൈവിക രഹസ്യങ്ങൾ ഇതിലുണ്ട്. ആ വചനങ്ങളെല്ലാം നിങ്ങൾ ഓർത്തോർത്ത് നോക്കണം, കേട്ടിട്ട് ബോധപൂർവം പഠിക്കണം. എങ്ങനെ ഒരു ദൈവം എങ്ങനെയാണ് സ്ഥിതി ചെയ്യണത്? ദൈവം നാമത്തിലാണ്. നാമത്തിൽ എന്തെല്ലാം ഉണ്ട്? ജ്ഞാനവും ശക്തിയുമുണ്ട്. ഈ ശക്തിയും നാമവും ഈ ശക്തി നമ്മളിലേക്ക് എങ്ങനെ വരണത്? ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ. ദൈവത്തിൻ്റെ നാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്തും? ദൈവം ഏൽപ്പിച്ച ജോലി വചനത്തിൽ പൂർത്തിയാക്കുമ്പോഴും വചനത്തിൽ നിലനിൽക്കുമ്പോഴും. വചനത്തിൽ എങ്ങനെ നിലനിൽക്കും? അത് വാക്കുകൊണ്ടല്ല, അത് പ്രവൃത്തി കൊണ്ടാണ്. ഉടമ്പടി ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. നമ്മളിപ്പോഴേ നമ്മുടെ ജീവിത അവസ്ഥകൾ ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് സ്വകാര്യ ഭാഗം ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കാണിച്ചു തരികയാണ്. ആ വ്യക്തിയെ കർത്താവിന് അങ്ങനെയുള്ള വ്യക്തികളെ, അതായത് പ്രൈവറ്റ് ഭാഗങ്ങളിലെ ഗുരുതരമായ മാരകരോഗമുള്ളവരെ കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വകാര്യ ഭാഗങ്ങളിലുള്ള ക്യാൻസർ രോഗങ്ങളും മാരക രോഗങ്ങളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകിക്കൊണ്ട് ഈശോ പൂർണ്ണമായ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സൗഖ്യപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കട്ടെ. തള്ളവിരലിലെ ഒരു പരുവ് പോലെ വന്നു. അപ്പോൾ അതൊരു കുരുവാണെന്ന് വിചാരിച്ചു. അത് നമ്മൾ പൊട്ടിച്ചൊക്കെ കളഞ്ഞു, പുറത്തു, പിന്നെയും പഴുത്തു, പിന്നെ അത് വലുതായി. ഇപ്പം തള്ളവിരലിൻ്റെ കുറേ ഭാഗങ്ങൾ തന്നെ അത്രയും പഴുത്തിരിക്കുകയാണ്. അത് കുരുവല്ല, ഒരു ഗുരുതരമായ രോഗമാണ്. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിലുള്ളവരും സന്തോഷത്തോടെ നിൽക്കാൻ കർത്താവ് പറയുന്നു. ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിലുള്ളവർ ഇപ്പോഴും ഈശോ കാണിക്കുന്നത് മൂക്കിൻ്റെ വലതുവശത്ത് ഉള്ളിൽ ദശ വളരുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. അതുപോലെ ദശ വളരുന്നവർ, സിസ്റ്റുള്ളവരൊക്കെ ആ ശരീരഭാഗത്ത് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയണം, എൻ്റെ കൈയല്ല, എൻ്റെ കർത്താവിൻ്റെ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ, എനിക്ക് വേണ്ടി ഉയർത്തുന്നതിൻ്റെ കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന മരണത്തെ ജയിച്ച കൈകളാണ് ഞാൻ ഈ പരുവിന് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ക്രിസ്തുവിന്റെ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. കാണിക്കുന്ന ഇപ്പോഴുള്ള ദർശനമുള്ള സമയത്തുള്ള രോഗങ്ങളിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. ദർശനം തീരുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന 2 രോഗങ്ങളാണ് ഈശോ കാണിക്കുന്നത്. ഒന്ന്, വലത് ബ്രസ്റ്റിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ആ ചിലപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുള്ളവരായിരിക്കാം. ആണുങ്ങളാണെങ്കിൽ വലത് നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സോറിയാസിസ് ഒക്കെ ഉണ്ടായിട്ട് തലയിലെ മുടിയെല്ലാം ഇങ്ങനെ തലയുടെ അകത്ത് ഈ പാടകളെ, മുടിച്ചുവട്ടിലെ തലയുടെ പാടകൾ പൊളിഞ്ഞിങ്ങനെ മലർന്നൊക്കെ ഇരിക്കുന്ന വിസർപ്പ രോഗികളെ കാണിക്കുന്നുണ്ട്. കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ രക്തം, സ്വർഗീയ ഔഷധം വിസർപ്പ രോഗികളുടെ മേൽ ഉച്ചി മുതല് ഉള്ളംകാല് വരെ ദിവ്യ രക്തത്താൽ വിസർപ്പ രോഗികള്, ഹൃദയ രോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് മനസ്സിൽ തന്ന വചനം എന്താണെന്നറിയാവോ? സെന്റ് പീറ്ററിന്റെ വചനങ്ങളാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഔദാര്യമല്ല, ദൈവത്തിൻ്റെ, മറിച്ച് എന്താണ്? അവകാശമാണ്. അതാണ് സെന്റ് പീറ്റർ പറയണത്.
അനുഗ്രഹം പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അപ്പം ആ ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. അവകാശികളാണെങ്കിൽ ഇപ്പം നീ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അത് നിൻ്റെ കുഞ്ഞുങ്ങൾ നീ തന്നെയും ജീവിക്കാനും. ഇപ്പം നിനക്ക് ജീവിത പങ്കാളിയില്ല, അല്ലെങ്കിൽ നിൻ്റെ ജീവിത പങ്കാളി വഴക്കിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്കത് കേസ് കൊടുത്തിരിക്കുന്നു. പക്ഷെ നീ ജീവിത പങ്കാളിക്ക് അവകാശിയാണ്, അവകാശമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത് അനുഗ്രഹമാണ്. നീ കുഞ്ഞുങ്ങളില്ല നിനക്ക്, പക്ഷെ അനുഗ്രഹം അട്ടേക്ക് വേടപ്പോഴും അനുഗ്രഹം അവകാശമാക്കാൻ ശ്രദ്ധിക്കട്ടെ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഇതൊരു ബോധ്യമാകണം നിങ്ങൾക്കൊരു ബോധ്യമാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി, പിന്നെ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീടില്ല. ഇപ്പം ചിലർ എൻ്റെ അടുത്ത് എഴുതി തരും, അച്ഛാ വീടുമില്ല സ്ഥലവുമില്ല. എന്താ അവരിങ്ങനെ ഇറങ്ങി എഴുതി തരണത്? അവിടെ വീടില്ല സ്ഥലവുമില്ല. ഞാൻ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കും. എന്താ കാര്യം? ഇത് രണ്ടും അമ്മയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവളോട് പറയും, മര്യാദയ്ക്ക് ജീവിച്ചോ, കർത്താവിൻ്റെ വചനം ജീവിച്ചോ, സുവിശേഷം ജീവിച്ചോ, കർത്താവിന് വേണ്ടി നോക്കിപ്പാർത്തോ, അവൻ ഏത് സമയത്തും അനുഗ്രഹമായി വരും. കാര്യം നിനക്ക് അവകാശമുണ്ട്. നിനക്ക് അവകാശമുണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് നിനക്ക് വേണ്ടി നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നിലയ്ക്ക് വിലക്ക് വാങ്ങിയവരാണ്. ഒന്ന് കുറേ 6:20 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആര് വിലക്ക് വാങ്ങി? നമ്മളെ ക്രിസ്തു വിലക്ക് വാങ്ങി. എങ്ങനെ വിലക്ക് വാങ്ങി? നമ്മുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാ പറയണത്? നമ്മൾക്ക് യേശുക്രിസ്തുവിനെ പോലും നമ്മുടെ വിലയായി കൊടുത്തുകൊണ്ടവൻ നമ്മൾക്ക് നമ്മുടെ സമാധാനത്തിന്, സന്തോഷത്തിന്, ജീവിതത്തിന്, നിലനിൽപ്പിന്, അതിജീവനത്തിന് വേണ്ടി ദൈവം ചെലവഴിച്ചത് എന്താണ്? പണമല്ല, അവൻ്റെ ഏകജാതനെയാണ്. ഏകജാതനയെ നൽകാൻ തക്ക വിധം അത് ചെലവഴിക്കാൻ കാരണം എന്താണ്? ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. ചോദിക്കാം, എന്തും ചോദിക്കാം. എന്താ കാര്യം? അതായത് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ. 8:32 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ പക്ഷാപരത്തോടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ അതൊരു സമസ്തവും എന്നുള്ള വാക്കുണ്ട്. അതായത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോടുകൂടെ സമസ്തവും. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഈഹത്തിലും പരത്തിലുമുള്ള എല്ലാ വിഷയങ്ങളും എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നിനക്ക് എന്തും ചോദിക്കാൻ ദൈവത്തോട്. നിൻ്റെ ആത്മീയ നന്മയ്ക്ക് ഉപകരിക്കുന്നത് കൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ. അല്ല, നിന്നെ ആത്മാവ് നഷ്ടപ്പെടുത്തി പോണ കാര്യം ദൈവത്തോട് ചോദിക്കരുത്. നിൻ്റെ ദൈവിക ജീവനെ നിലനിർത്തി പരിപോഷിപ്പിക്കാൻ ഉതകുന്ന എന്തും ദൈവത്തോട് ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് ജോലിയും വീടും വിവാഹവും നിത്യജീവൻ വരെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നത്. ധൈര്യമായിട്ട് അത് നിൻ്റെ അവകാശമാണെന്ന ബോധത്തിൽ ചോദിക്കാൻ മക്കൾക്കടുത്ത വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ചോദിക്കാം. ശ്രദ്ധിക്കട്ടെ. നാമത്തിന് കർത്താവേ, അങ്ങയുടെ മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണീശോ. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവേ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിസ വരാത്ത അവസ്ഥകൾ,
കർത്താവ് ഒഫലട്ട് വരാത്ത അവസ്ഥകൾ, പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥകൾ, കർത്താവ് പരീക്ഷകൾ ജയിക്കാത്ത അവസ്ഥകൾ, വിവാഹത്തിൽ കർത്താവ് പിരിഞ്ഞ അവസ്ഥകൾ, ജീവിതം കിട്ടാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പ്രമോഷൻ ഇല്ലാത്ത അവസ്ഥകൾ, കർത്താവ് വിശ്വാസമില്ലാത്ത അവസ്ഥകൾ, വിശ്വാസത്തിൽ കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് ഇപ്പൊ കണ്ണുനീരോടെ അങ്ങനെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നുവോ ഇട്ടുനാദം പോലെ കർത്താവേ അങ്ങയുടെ അമ്മയുടെ അഭിഷേക ശക്തി അതിന്റെ മക്കൾ മേൽ ആവശ്യിക്കട്ടെ. മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ഇത് വല്ലാത്തൊരു സമയമാണ്. ഇത്രയും നേരം നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് ഇപ്പോഴ് ആശീർവാദത്തിന് മുമ്പുള്ള ദൈവികമായൊരു നിമിഷമാണിത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ അങ്ങയുടെ അമ്മയെ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ മക്കളുടെ മേലെ വിദൂരത്തുള്ള മക്കളെ, വിദൂരമായിരുന്നിട്ട് പോലും മക്കളെ അപ്പനെയും അമ്മനെയും കാണാൻ പറ്റാത്ത മക്കളുണ്ട്, ആർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, വിസ തടസ്സം പോലെയുള്ള കഷ്ടപ്പാടുകളുണ്ട്, ജയിലിലായിട്ടുള്ള മക്കളുണ്ട്, വിദേശങ്ങളിലൊക്കെ സ്വദേശങ്ങളിലായാലും ശരി. ഇനി മക്കളുടെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം തണുത്തു പോയിട്ട് ചുമ്മാ ആരെങ്കിലും ഇണകളെ കണ്ടിട്ട് അവരുമായിട്ട് കറങ്ങി അടിച്ച് വെള്ളവും ഒഴിച്ച് ഒക്കെ നടന്ന് ജീവിതം തീർന്നുവെന്ന് ചിന്തിച്ച് അവർക്ക് അവരോട് തന്നെ വെറുപ്പും വീട്ടുകാരോട് ഭയവും നാടിനോട് നീരസവുമായിട്ട് മാനസികമായിട്ട് അകന്നു പോയവരുണ്ട്. ഇനി പുറപ്പെട്ടു പോയവരുണ്ട്. അപ്പന്മാർ ഈ ദിവസങ്ങളിൽ ഞാൻ പല അപേക്ഷകളും കണ്ടു. ഭർത്താവ് പുറപ്പെട്ടു പോയി, 22 വർഷമായി, ഒരു പിടിയുമില്ല. അപ്പൻ പുറപ്പെട്ടു പോയി, മക്കൾ പുറപ്പെട്ടു പോയി. അവരെല്ലാം തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. ഗുരുതരമായ രോഗത്തോടുകൂടി ആശുപത്രിയിൽ കിടക്കുന്നവരെ പ്രാർത്ഥിക്കുക. സാമ്പത്തികമായ കടങ്ങളാൽ വീട് നഷ്ടപ്പെടാൻ പോകുന്നവർ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയുണ്ട്. നീ നിന്നെക്കുറിച്ച് ചിന്തിക്കരുത്, നിൻ്റെ പഴയകാല ജീവിതം ചിന്തിക്കരുത്. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ്റെ രക്തത്തിൻ്റെ ഈടുവെപ്പിനെക്കുറിച്ച് നീ മോചന ദ്രവ്യമായി നിന്നെ വീണ്ടെടുത്തതിൻ്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കുക. ശ്രദ്ധിക്കട്ടെ. ആരാധനയിൽ വെളിപ്പെട്ട മേഖലകളിലെല്ലാം കർത്താവേ നിന്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. നിരച്ച് പോയിരുന്ന ആമ പെട്ടെന്ന് എന്തോ വന്ന് തട്ടിയതിന് നേരെ മലർത്തിയിട്ട് ഇനി അതിന് പോകാൻ പറ്റത്തില്ല. ഇനി അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം. കാര്യം ഇതിൻ്റെ സ്ലോ ആണത്. ഇനി അതിന് വല്ല വെള്ളത്തിലും കൊണ്ടേ വെക്കും. കർത്താവിൻ്റെ വചനമായത് കാരണം ആ ആമയെപ്പോലെ നിരച്ച് വരുന്ന വിഷയം ഇനി എടുത്തുകൊണ്ട് പോകുന്ന പോലെ സ്പീഡായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള സൂചനയാണ് എൻ്റെ മനസ്സിൽ കർത്താവ് പറയാൻ വേണ്ടി ആന്തരിക പ്രേരണ ലഭിക്കണത്. ഏറ്റവും സ്ലോ ആയിട്ടുള്ളത്. അതേ രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ വിട്ട് 3 കുഞ്ഞുങ്ങളെ പോറ്റാൻ നിനക്ക് ഒരിക്കലും പറ്റത്തില്ല, ആൾ ഇപ്പോൾ കച്ചവടം ഇല്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ മാർഗം മാറണം. അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർ ഓൺലൈനായാലും ഇവിടെയായാലും കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുമാന മാർഗങ്ങളെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അവിടെ കഴിവ് അത്രേ ഉള്ളതെന്നുണ്ട് കർത്താവെ. അതിനെ അതിലംഘിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവെ അവരെ ചാരുകീറി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ആ കുടുംബത്തിൻ്റെ മേലെ, മക്കളുടെ മേലെ കർത്താവെ, ഓരോ മക്കളുടെ മനസ്സുകളെ കർത്താവെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. വരുമാന മാർഗങ്ങൾ തുറന്നു വരുന്ന സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം വീണ്ടും മഹത്വം. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൽ ശിശു വളരുന്നവരെ അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് മനസ്സ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഞരമ്പ് ബ്ലോക്കായിരിക്കുന്നവരെ, സ്ട്രോക്കിൽ ശിരസ്സോ ഹൃദയമോ ബ്ലോക്കാകുന്നവരെ, കാല് മരവിക്കുന്നവരെ, രോഗത്തിൻ്റെ പേടികളുള്ളവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തർക്കപ്പുരയുടെക്കാരെ പ്രാർത്ഥിക്കട്ടെ. വളരെ ഗുരുതരമായ രീതിയിൽ വാശിപ്പുറം നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും അതുകൊണ്ട് സഹായിച്ചുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മനഃപൂർവ്വം സഹായിക്കാതെയും വഴിതരാതെയും തടഞ്ഞും ഒക്കെ നിങ്ങളെ പൊറുതി മുട്ടിച്ച് ശ്വാസം മുട്ടുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നാവിനെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. തളർന്നു പോയ ഒരു നാവ്, ഇനി സംസാരിക്കാൻ വാക്കില്ല, സംസാരിച്ചിട്ട് കാര്യവുമില്ല, ഇനി ഞാൻ സംസാരിച്ചത് നിർത്തി എന്ന് പറഞ്ഞിട്ട് നാക്ക് അകത്തിട്ട് തളർന്ന് കിടക്കുന്ന നാവ്, ഇനി കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന